3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പാലക്കാട് GST എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ പിടിയിലായി. സുമനാണ് വിജിലൻസിന്റെ പിടിയിലായത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, ഇതെപ്പോഴാണ് ഈ സംഭവം? എന്താണ്, ആരിൽ നിന്നാണ് ഇയാൾ പണം വാങ്ങിയത്? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പാലക്കാട് വാളയാർ ദേശീയപാതയിലെ കുരുടിക്കാട് വെച്ച് പാലക്കാട് GST ഓഫീസിലെ ഇൻസ്പെക്ടർ സുമനെ വിജിലൻസ് സംഘം പിടികൂടിയത്. 3.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുമൻ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലാവുന്നത്. ഇയാൾ ചരക്ക് ലോറി ഉടമയിൽ നിന്നാണ് കൈക്കൂലി വാങ്ങാനായി കുരുടിക്കാട് എത്തിയത്. ഇതിനിടെ വിജിലൻസ് സംഘം ലോറി ജീവനക്കാരുടെ വേഷത്തിലെത്തിയ വിജിലൻസ് സംഘം ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ഇയാൾ 2 ആഴ്ച മുൻപ് GST പരിശോധനയ്ക്കിടെ ലോറി പിടികൂടിയിരുന്നു. അമിതഭാരം ആരോപണം ഉന്നയിച്ചാണ് ലോറി പിടികൂടിയത്. ഇവരിൽ നിന്ന് ഈ കേസ് ഒഴിവാക്കാനായി ഇവരിൽ നിന്ന് 4 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. അത് 3.5 ലക്ഷം രൂപ തരാമെന്ന് ഈ ലോറി ഉടമ പറഞ്ഞ് വാക്ക് നൽകി. ഈ പരാതി വിജിലൻസ് പാലക്കാട് യൂണിറ്റിന് നൽകിയിരുന്നു. അപ്പോൾ വിജിലൻസ് ഇയാളെ പിടികൂടാനായി ഒരു കെണി ഒരുക്കുകയായിരുന്നു. അത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കുരുടിക്കാട് വെച്ച് വിജിലൻസ് സംഘം ഇത്തരത്തിൽ ഒരു ട്രാപ്പ് ഒരുക്കി. ഇതിലേക്ക് സുമൻ വന്നു വീഴുകയായിരുന്നു. 3.5 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ ഇയാൾക്കെതിരെ, അതായത് ഈ സുമനെതിരെ ഇതിനു മുൻപും ഒട്ടേറെ പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ GST വിഭാഗത്തിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഇൻസ്പെക്ടറാണ് സുമൻ. ഇത്തരത്തിൽ വാളയാർ GST പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ലോറി ഉടമകളും അതുപോലെ തന്നെ ലോറിയിലെ ജീവനക്കാരും പരാതി നൽകിയിരുന്നു. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളെയാണ് ഇവർ കൂടുതലായിട്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ പിഴ ഈടാക്കുകയും എന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതുപോലെ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ പേരുടെ പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഇത്തരത്തിലൊരു മിന്നൽ നീക്കം നടത്തിയത്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.